ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ റംസാൻ ടൈമൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് റെസിപ്പിയാണ് ഇത്. ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8ഓളം അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, അത്ര തന്നെ പുതിനയില എന്നിവ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ തൈര് ഇവ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണല്ല ഈ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാല പൗഡേഴ്സ് എടുക്കണേ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. കൂടുതൽ സമയം ഇരുന്നാൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം കുറച്ച് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കതിലോട്ട് ആവശ്യമായ മയണൈസ് തയ്യാറാക്കിയെടുക്കാം. മയണൈസ് നിങ്ങൾക്ക് ഏത് രീതിയിലും തയ്യാറാക്കാം കേട്ടോ. ഞാൻ പച്ചമുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കോഴിമുട്ട, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര, 1 ടീസ്പൂൺ വിനീഗർ ഇവ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ശേഷം പാകത്തിന് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് മയണൈസിൻ്റെ തിക്നെസ്സിൽ തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഓയിലിൽ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പിലിട്ട് വെച്ച കുക്കുംബർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ഇതിനോട് കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയണൈസ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് പാനിപൂരിയുടെ ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേറെ എക്സ്ട്രാ പണിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ബോൾസ് തയ്യാറാക്കി എടുത്തിട്ട് ഈ മസാല ഇതിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പാനിപൂരിക്കൊക്കെ ഫില്ല് ചെയ്യുന്ന മാതിരി ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഹോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് അതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. നോക്കൂ, നമ്മുടെ സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ഫില്ലിങ് പറഞ്ഞാൽ നമ്മൾ ഷവർമ്മയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ഫില്ലിംഗ് ആണ്. അതിലോട്ട് ഈ പാനിപൂരിയുടെ ക്രഞ്ചിനെസ്സും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുവരെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, വെറൈറ്റിയാണ്, ടേസ്റ്റിയുമാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്